ഒരു സ്പാനിഷ് ഓംലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കഷ്ണം ബട്ടർ ഇട്ട് ഇത് മെൽറ്റാവുന്നത് വരെ ഒന്ന് ഇളക്കി അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ചെറിയൊരു സബോള ഇട്ടിട്ട് സബോള ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഗ്രീൻ ചില്ലി ഇടാം. ഗ്രീൻ ചില്ലി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടെ ഇടാം. ക്യാപ്സിക്കം ഇട്ട് ഒന്ന് ഇളക്കി ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി മുറിച്ചതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പിന്നെ ഉരുളൻകിഴങ്ങ്, ഒരു ചെറിയൊരു ഉരുളൻകിഴങ്ങ് നമുക്ക് സ്ലൈസായിട്ട് നുറുക്കിയിട്ടുള്ള ഉരുളൻകിഴങ്ങ് നമുക്ക് കനം കുറച്ചിട്ട് നുറുക്കണം. ആ നുറുക്കിയ ഉരുളൻകിഴങ്ങ് നമ്മൾക്ക് അതിലിടാം. അതിനോടൊപ്പം തന്നെ ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് വഴറ്റി വരട്ടെ. ഒന്ന് വഴറ്റി ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ ഇനി ഇടാൻ പോകുന്നത് ഉരുളൻകിഴങ്ങാണ് കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം കുറച്ച് സമയം. കുറച്ച് സമയം ഒന്ന് ഇളക്കി നമുക്കൊരു 2-3 മിനിറ്റ് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഒന്നും കൂടെ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 3 മുട്ടയാണ്, 3 മുട്ട ബീറ്റ് ചെയ്തതാണ്. അതിൽ നമ്മൾക്ക് ഈ വഴറ്റിയ എല്ലാ പച്ചക്കറികളും, പച്ചക്കറി മീൻസ് ഇത് വാട്ടിയതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ച് അതിനെ പരത്തി വൃത്തിയായിട്ട് പരത്തി വയ്ക്കാം കേട്ടോ. അതെല്ലാം ആ ഫ്രൈ പാനിൽ തന്നെ നമുക്കെല്ലാം ഒഴിച്ച് നമുക്കൊന്ന് പരത്തി വെച്ച് വൃത്തിയായിട്ടൊന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് പരത്തി വയ്ക്കുക കേട്ടോ. എല്ലാ സൈഡിലും നമ്മളൊന്ന് പരത്തി വെച്ചതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെയിം ഒരു പ്ലേറ്റ് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് നമുക്ക് ഈ ഫ്രൈ പാനിൽ കമത്തിയിട്ട് നമുക്ക് മറിച്ച് അതിൽ തന്നെ കമത്തി വയ്ക്കാം. എന്നിട്ടൊന്ന് മറിച്ച് പിടിക്കുമ്പോൾ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ സൈഡ് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ വീഴും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് ആ ഭാഗം കൂടെ മറുഭാഗം കൂടെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് 2 മിനിറ്റ് വേണമെങ്കിൽ മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് അത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്പാനിഷ് ഓംലേറ്റ് റെഡിയാണ്. അതും വിത്ത് മിൽക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സൂപ്പറാട്ടോ.